റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ പുസ്തക വിവാദത്തിൽ പെൻഗ്വിൻ ബുക്സിന് നോട്ടീസ്. ദില്ലി പോലീസാണ് നോട്ടീസ് അയച്ചത്. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇപ്പോൾ ദില്ലി പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നു പെൻഗ്വിൻ ബുക്സിന്. പുസ്തകം പുറത്തിറങ്ങിയോ പുറത്തിറങ്ങിയില്ലേ എന്നതിൽ വിശദീകരണം തേടിയിട്ടാണോ? എന്താണ് നോട്ടീസിൽ പറയുന്നത്? സ്മൃതി, മുൻ കരസേനാ മേധാവി എം നരവന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ദില്ലി പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ ഇപ്പോൾ എന്താണെങ്കിലും പെൻഗ്വിൻ ബുക്സിന് ദില്ലി പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എം നരവനെ തന്നെ ഇത്തരത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന പെൻഗ്വിന്റെ എക്സ്പോസ് ഷെയർ ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നോട്ടീസ് എന്താണെങ്കിലും നൽകിയിരിക്കുന്നത്. എങ്ങനെ ഈ പുസ്തകം പുറത്തു വന്നു, പ്രത്യേകിച്ച് പെൻഗ്വിൻ തന്നെ ഈ പുസ്തകം ലീക്ക് ചെയ്യിച്ചതാണോ എന്നൊരു സംശയം അടക്കം ചില കോണുകളിൽ നിന്ന് ദില്ലി പോലീസിന് ഉയർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ പശ്ചാത്തലത്തിലാണ് പ്രസാധകർക്ക് തന്നെ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാനുള്ള തീരുമാനം ഇപ്പോൾ എടുക്കുകയും അത്തരത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പെൻഗ്വിൻ നൽകുന്ന വിശദീകരണം കേട്ട ശേഷം മാത്രമായിരിക്കും ബാക്കി നടപടി ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഈ പുസ്തകം രാഹുൽ ഗാന്ധി ലോക്സഭയ്ക്ക് പുറത്തും അകത്തുമൊക്കെ ഉയർത്തിക്കാണിച്ച സാഹചര്യം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് തനിക്ക് ആമസോണിൽ നിന്ന് ഈ പുസ്തകം കിട്ടിയതാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും പെൻഗ്വിന്റെ ഒരു മറുപടി ലഭിക്കുന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം ഈ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ പ്രചരിച്ച സാഹചര്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളോടും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ദില്ലി പോലീസ് തേടിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അതേസമയം എം നരവനെ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ രാഹുൽ ഗാന്ധിക്ക് എതിരെ BJP ആക്രമണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. BJP MP നിഷികാന്ത് ദുബെ അടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകത്തിന്റെ പതിപ്പ് എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു എന്ന ചോദ്യം ഇതിൽ നേതാക്കൾ ചോദിക്കുന്നു. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ പുസ്തകത്തിന്റെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ഈ പുസ്തകത്തിന്റെ കവർ മാത്രമാണ് ഉയർത്തി കാണിച്ചത്. കവറിന്റെ അകത്ത് എന്താണ് എന്ന് കാണിച്ചിട്ടില്ല. അത് പുസ്തകം തന്നെയാണോ എന്ന സംശയം നിഷികാന്ത് ദുബെ അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്നു. ഒപ്പം രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വ്യാജ പുസ്തകമാണ് കാണിച്ചതെങ്കിൽ രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ആവശ്യവും BJP ഉന്നയിക്കുകയാണ്. അതേസമയം കോൺഗ്രസ് ആകട്ടെ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന നിലപാടിലാണ് ഉള്ളത്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത് BJP ഭയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ദില്ലി പോലീസിൽ സ്പെഷ്യൽ സെല്ലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ പെൻഗ്വിൻ ബുക്കിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം കൂടുതൽ കൊഴുക്കും. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ബജറ്റ് ചർച്ചയിൽ പാർലമെന്റിൽ സംസാരിക്കുകയാണ്. എം നരവനയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ ഭാഗങ്ങൾ ഇന്നിപ്പോൾ ലോക്സഭയിൽ വീണ്ടും രാഹുൽ ഗാന്ധി വായിക്കുമോ എന്നാണ് ആകാംക്ഷ. അങ്ങനെ വായിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ ബഹളത്തിലേക്കും ലോക്സഭ പോകും. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം വീണ്ടും കൂടുതൽ സജീവ ചർച്ചയിലേക്ക് എത്തും. ഒരു വശത്ത് ദില്ലി പോലീസിന് അന്വേഷണം നടക്കുമ്പോൾ മറുവശത്ത് ഇതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. സ്മൃതി, ശരി. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.